പ്രിയപ്പെട്ട സഖാവ് ബാലകൃഷ്ണനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് മണ്ണാർക്കാട് പൊതു പ്രവർത്തന മേഖലയിലേക്ക് വന്ന സമയം മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട ബാലകൻ വളരെ അവസരമാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, വടിയെ കുത്തി പിടിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാഞ്ഞിരപ്പുഴയിലെ സഖാവ് ബാലേട്ടൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മത യാഥാസ്ഥിതികത്വത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പടവരുതിയ സമാരാധ്യനായ വള്ളുവനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രായമേറെ ചെന്നിച്ചു ചെറുപ്പശ്ശേരിയിൽ ഇപ്പോഴും ഈ കേരളത്തിലാകെ അറിയപ്പെടുന്ന സഖാവായി ഉയർന്ന നേതാവായി മാറിയ ബഹുമാന്യനായ സഖാവ് പി.എ. ഉമ്മർക്കായുടെ മകൻ സഖാവ് സാബു. ഇനി ആരോഗ്യ പറയേണ്ടത്, നിങ്ങൾക്ക് ഈ ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അർപ്പണ ബുദ്ധിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ത്രാണിയുള്ള ഒരു പടയുടെ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് നോക്കൂ. ഈ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന എല്ലാ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ചില മാധ്യമങ്ങൾ എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ എന്നോട് ചോദിച്ചു, അല്ല ഈ വിമത കൺവെൻഷൻ നാളെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതെങ്ങനെയാ തനിക്ക് വിവരം കിട്ടിയത്? ഞാൻ തിരിച്ചു ചോദിച്ചു, വിമത കൺവെൻഷനെ വഴി നാളെയാണെന്നുള്ള വിവരം തനിക്ക് എങ്ങനെയാ കിട്ടിയത്? അപ്പൊ ഇയാൾക്ക് അബദ്ധം മനസ്സിലായിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അസംതൃപ്തരുടെ ഒരു കൺവെൻഷൻ. ഓ, അത് കറക്റ്റാണ്. ഈ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് സത്യം എഴുതുന്ന ആളുകളുണ്ട്, സത്യം എഴുതാൻ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്. അവരിത് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നൊന്നും എനിക്കറിയില്ല. പൊതുവെ എന്നെപ്പറ്റി ഈ മാധ്യമങ്ങൾക്ക് ഒരു നല്ല അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അല്ല ഞാൻ പറയാം. പക്ഷെ അതിൽ നല്ല കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോടൊക്കെ അവരുൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കണം. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഉശിരി പടയം വെക്കാത്ത ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം വെടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ് ഇത്. വിമതന്മാരുടെ കൺവെൻഷനല്ല. വിമതന്മാരുടെ കൺവെൻഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരാരാ? ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർ നിങ്ങൾ നോക്കൂ. ഇപ്പോ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക, എനിക്ക് അവരെ ഇഷ്ടമാണ്. ആ മാധ്യമ പ്രവർത്തക എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഒരു ഇന്റർവ്യൂ നടന്നു. അവർക്ക് ഒരു പഴയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന അനുഭവങ്ങളുടെയാണ്.
അവരെന്നോട് ചോദിച്ചു, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് അവസാനം എന്നോട് ചോദിച്ചു, അല്ല വിട്ടുപോകില്ലല്ലോ അല്ലേ, വേറെ ഒരു നിലപാടിലേക്കൊന്നും പോകില്ല അല്ലേ, വേറെ നിലപാടിലേക്ക് പോകുന്നില്ല. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളെ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ പല നേതാക്കന്മാരും നടത്തിയ തോന്നിവാസങ്ങൾ, ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തോന്നിവാസങ്ങളുണ്ടല്ലോ, അഴിമതി ഉണ്ടല്ലോ, അതൊക്കെ ആകെ വിശദീകരിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം സതീശൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ലോക്കൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണെന്ന് സതീശൻ പറഞ്ഞല്ലോ. ഇപ്പൊ കള്ളു കുടിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കുക നിന്നെ സെക്രട്ടറി ആക്കാം. ഈ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുകയാണ്. അഴിമതി, സ്പിരിറ്റ് കച്ചവടം, ഉത്തരവാദപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ പ്രതിയായിട്ട് വരികയാണ്, ഒന്നാം പ്രതിയായിട്ട് വരികയാണ്. ഈ അനീതിക്കും അധാർമികതയ്ക്കുമെതിരായി ശബ്ദമുയർത്തിയവർ, പാർട്ടിക്കകത്ത് നിന്ന് ശബ്ദമുയർത്തിയവർ, വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരായി പൊരുതിയവർ, ആ നിലപാടെടുത്തവന്റെ പേരിൽ ശരിക്കു വേണ്ടി, ഒരു ശരിയായ പാർട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചവന്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ടവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, പിരിച്ചുവിടപ്പെട്ടവർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, തരം താഴ്ത്തപ്പെട്ടവർ, എന്തിനധികം പറയണം, ചെയ്തു വന്നിരുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ, അവരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ. ഞാൻ ചുരുക്കി പറയാം, ഇവരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ജോലി എന്നൊക്കെ പിരിച്ചുവിടുമോ? എന്നോട് ചോദിക്കുക, ജോലി എന്ന് പിരിച്ചുവിടുമോ? ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട നിരവധി സഖാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അധ്യക്ഷ വേദിയിലുള്ള ഉത്തരവാദപ്പെട്ട ഈ വേദിയിലുള്ള കൊഴിഞ്ഞാമ്പാറയിലെ ഒരു സഖാവിന്റെ, ആ സഖാവിനോടുള്ള വിരോധം തീർക്കാൻ, ആ സഖാവിനോടും സതീശനോടുമുള്ള വിരോധം തീർക്കാൻ, കൺസ്യൂമർ ഫെഡിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ, ആ സഹോദരിയെ, സഖാവിന്റെ ഭാര്യയെ എത്രയോ ദൂരത്തേക്ക് സ്ഥലം മാറ്റുകയാണ്. അവര് പറഞ്ഞു, ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല. നിങ്ങൾ നോക്കണം, ഏറ്റവും ശരിയായ രൂപത്തിൽ ജോലി ചെയ്തിരുന്ന മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി മെഡിക്കലിൽ ആ കുട്ടി വന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞു. ഉണ്ടോ? ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ അതിന് തയ്യാറില്ല എന്ന നിലപാട് സ്വീകരിച്ചവന്റെ പേരിൽ മാത്രം നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആലോചിക്കണം, ഈ അധികാരം ഉപയോഗപ്പെടുത്തി എന്തൊക്കെ തോന്നിവാസമാണ് ഈ പാലക്കാട് ജില്ലയിൽ നടത്തിയത്. എത്ര പേരെയാ നടപടിയെടുത്തത്? ഇങ്ങനെ ഓരോ പ്രദേശത്ത് വടക്കഞ്ചേരിക്കാർക്ക് ഇവർക്കൊക്കെ ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയാനുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ, സമാധാനത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ അസാധ്യമാക്കിയ ഒരു സാഹചര്യം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കാൻ പാടുമോ? അധികാരം അതിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്? പണപ്പിരിവിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ മാസവും എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. ഇങ്ങനെ പിരിവുണ്ടായ ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധം കൊണ്ട് പറയുന്നില്ല. ഈ വിദ്വാൻ എത്രയോ മഹാന്മാരിരുന്ന കസേരയാട്ടോ അത്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ആ മാധ്യമ പ്രവർത്തകയെ പറ്റി പറയാം. മാധ്യമ പ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്നു, ഇവരെപ്പോ കാണാൻ
അവരുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കണ്ടുവരെ. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയാ, ആരൊക്കെ ഇരുന്ന കസേരയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കസേര? സഖാവ് ഇ.കെ. ഇമ്പിച്ചി ബാവ, നിങ്ങൾക്ക് അറിയണ്ടാവില്ല, മഹാനായ സഖാവ് ഇ.കെ. ഇമ്പിച്ചി ബാവ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. സഖാവ് എം.പി. കുഞ്ഞിരാമൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സഖാവ് പി.പി. കൃഷ്ണൻ, സഖാവ് എൻ.കെ. കൃഷ്ണൻ, സഖാവ് ശിവദാസ മേനോൻ, സഖാവ് എം. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യട്ടെ. ഞങ്ങൾ കാത്തിരുന്നു ഏറെ കാലം കാത്തിരുന്നു. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു പാർട്ടിയല്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാരോപണം ഉന്നയിക്കപ്പെട്ടാൽ, ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? മണ്ണാർക്കാടിന്റെ കൃത്യമായ കണക്ക് ഞാൻ പറയാം. 686 പരാതികളാണ് മണ്ണാർക്കാട് നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടി ജില്ലാ നേതാക്കന്മാരുടെ പേരിൽ AKG സെന്ററിലേക്കും ഡൽഹിയിലെ AKG ഭവനിലേക്കും പ്രവഹിച്ചത്. ചിറ്റൂരിൽ നിന്ന് പ്രവഹിച്ചത് 400 ജില്ലാ പരാതികളാണ്. വടക്കഞ്ചേരിയിൽ 160ഓളം പരാതികൾ. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോയ ഈ പരാതികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയുടെ മർമ്മസ്ഥാനത്ത് ഇരുന്നുകൂടാ. കള്ള് വേണം കച്ചവടം ചെയ്തോട്ടെ, കള്ളിന് സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യരുത്. അത് വലിയ തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ല. സ്പിരിറ്റ് കടത്തുന്നതിന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഏജന്റുമാരായി അതിന്റെ കണ്ണിയായി പ്രവർത്തിക്കാൻ പാടില്ല. സഖാക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിശ്വാസമർപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് മടുത്ത് ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷനിൽ പതഞ്ഞു പോകുന്നത്. ഈ വികാരത്തെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ കൺവെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ സഖാക്കളോട് ചോദിച്ചപ്പോ പറയുന്നത്, ഇത് കേവലം ഒരു കൂട്ടായ്മയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. കാരണം ഈ അനീതി വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് ഇങ്ങനൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടാവില്ല. അത്ര അസാമാന്യ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഇയാളെ കഴിവ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ 2 സഖാക്കളെ തമ്മിൽ മാനസികമായിട്ട് നല്ല യോജിപ്പോട് കൂടി ഇയാൾ 2 തവണ കണ്ടാണ്. 3ാമത്തെ ദിവസം പരിശോധിക്കണം. കുറച്ച് തമ്പുരാനെ ഞാൻ രണ്ടാളെ സംസാരിക്കുന്നത് കണ്ട 3ാം ദിവസം ശത്രുവാകും. എന്താണ് ഈ ടെക്നിക്ക്? പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും. പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും. പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോട് കൂടി നിന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇയാളാ പ്രശ്നം ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല. ഇയാൾ ആരോപണങ്ങൾ അങ്ങ് കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണ കമ്മീഷനായി, നടപടിയായി,
ആ കമ്മിറ്റിയിലെ കുറെ ആളുകളെ പിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലേക്ക് ഇയാളുടെ പാർശ്വവർത്തികളായ കുറച്ച് ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കും, എന്നിട്ട് മേഞ്ഞു നടിക്കും. ആ കമ്മിറ്റി എന്റെ പക്ഷത്തായി. ഇങ്ങനെ കമ്മിറ്റി പിടിക്കുന്ന ഒരു സെക്രട്ടറി മാത്രമല്ല, ഇതിന്റെയൊക്കെ ഭാഗമായി എത്ര വിരോധികളുണ്ടായി പാർട്ടിയിൽ, പാലക്കാട് ജില്ലയിൽ. പലരും ഇയാളോടുള്ള വിരോധം കാരണം പാർട്ടി വിരോധികളായി മാറിയില്ലേ? കോൺഗ്രസിലേക്ക് പോയ ആളുകളില്ലേ? ഇല്ലേ? കോൺഗ്രസിലേക്ക് പോയില്ലേ? മോഹനെ കുറെ ആളുകൾ പോയില്ലേ? കോൺഗ്രസിലേക്ക് പോയി, മുസ്ലിം ലീഗിലേക്ക് പോയ ആളുകളുണ്ട്. ഇയാൾ നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിയിൽ രക്ഷയില്ല. അങ്ങനെ വിവിധ പാർട്ടികളിലേക്ക് പോയവരുണ്ട്, മഹാഭൂരിപക്ഷം ആളുകളുണ്ട്. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പാർട്ടി ഉറച്ചു നിന്നു, മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ. അങ്ങനെ നിന്ന വിരോധികൾ, ഇയാളോട് വിരോധമുള്ള ആളുകൾ, ഇയാളുടെ നിലപാടുകളോട് ഒരിക്കലും യോജിപ്പില്ലായ്മ, ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്ന കടുത്ത വിമർശനമുയർത്തുന്ന ആളുകളുടെ ആകെ കൺവെൻഷൻ അല്ല ഇവിടെ ചേരുന്നത്. ഇയാളോട് ഇത്രയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ ആരാ? യേശുദേവൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുദേവനെയും കടത്തി വിട്ടി ഇയാൾ 5 കൊല്ലക്കാലം കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുനിയാവിൽ, ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ ആ വിരോധമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അല്ല ഇത്. അങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്താൽ ആ കൺവെൻഷൻ നടത്താൻ പാലക്കാട്ടെ വലിയ കോട്ട മൈതാനി പോലും തികയില്ല എന്ന വിവരം നിങ്ങൾ കാണുന്നിടത്തല്ല. ആരെങ്കിലും ഇയാളെ പറ്റി നല്ലത് പറയട്ടെ. സതീശനെ തെറ്റ് പറ്റി. സതീശൻ ഇന്നലെ ഞാൻ എന്റെ പത്രക്കാരോട് പറഞ്ഞ ഞാൻ കേട്ടു. സതീശനെ കണക്ക് തെറ്റിയതാണ്. 5 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, 5 അല്ല സതീശൻ, 7 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ മനസ്സ്, ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് അവിടെയാണ്. നല്ല സന്ദർഭം നോക്കി ഞങ്ങള് അവിടെ വരും, നിങ്ങളുടെ കൂടെ എത്തും, നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്ത് കാരണം വേറെ സംവിധാനം മാത്രമല്ല. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുന്ന രീതി, കുറെ ആളുകളെ പുറത്താക്കി ഇഷ്ടമുള്ള ആളുകളെ കയറ്റി. അങ്ങനെ കയറ്റിയ സ്വാഭാവികമായിട്ടും ഇത് സ്വാഭാവികമായ നടപടിക്രമ എന്ന രൂപത്തിൽ അങ്ങനെ നടന്നു പോകുന്ന അയാളെ ധരിച്ച് അങ്ങനെയാണ്. അവിടെയൊക്കെ മനസ്സ് വേദനിച്ച സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സ് വേദനിച്ച സഖാക്കളുണ്ട്. നിങ്ങളറിയോ എത്ര സഖാക്കൾ? ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എല്ലാ സഹായങ്ങളും എനിക്ക് നൽകിയ, ഉപദേശങ്ങളും നൽകിയ, എന്റെ കയ്യിൽ പെശക് വന്നാൽ ഒരു പിതാവിനെ പോലെ എന്നെ ഉപദേശിക്കുന്നയാളാണ് ഉമ്മർക്ക. ആ ഉമ്മർക്കാന് മതിയായ അംഗീകാരം കൊടുക്കാൻ അവിടുത്തെ പാർട്ടി തയ്യാറായിരുന്നോ? അവഹേളിക്കുന്ന രീതി സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സഖാക്കളുടെ മനസ്സ് അന്ന് വല്ലാതെ വേദനിക്കുകയാണ്. ആ വേദനിക്കുന്ന മനസ്സിൽ നിന്ന് ഉയർന്നത് അന്ന് അമർന്ന് കത്തുന്ന തീയായിരുന്നു. അന്ന് കാരണം അമർന്ന് കത്താനേ വഴിയുള്ളൂ. കാരണം ഈ ഭീഷണിക്ക് മുമ്പിൽ പ്രതികരിക്കാനാകില്ല. ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ പ്രിയപ്പെട്ട സഖാക്കളും നിങ്ങളും തയ്യാറായപ്പോ അമർന്ന് കത്തിയിരുന്ന തീ ആളിക്കത്തുന്ന തീയായി മാറി. ആ ആളിക്കത്തുന്ന തീയുടെ പ്രതിഫലനമാണ് ഈ കൺവെൻഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വികാരം മാനിക്കേണ്ട സംസ്ഥാന നേതൃത്വം ഇത് മാനിക്കാൻ തയ്യാറായാൽ
ശരിയായ നിലപാട് സ്വീകരിക്കാൻ, തെറ്റുതിരുത്താൻ, കള്ളക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കാൻ, സ്പിരിറ്റ് കടത്തുകാരൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഞങ്ങളെല്ലാം ഈ ചുവന്ന പതാകയും പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ നാളെ നിൽക്കും. ഒരു സംശയം വേണ്ട. പക്ഷേ തിരുത്താൻ തയ്യാറാവണം. അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കൺവെൻഷൻ വിളിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ബേജാറ്? ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി എന്ന് അറിഞ്ഞപ്പോഴേക്കും ഈ പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണം. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന വിദ്വാൻ എല്ലാ സ്ഥലത്തും പോവുക, പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ പോവുകയാണ്. ചിറ്റൂർക്കാർക്ക് പ്രത്യേകം അതിൽ അത്ഭുതമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ആ പോക്കല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, ആ പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഞാൻ ഇയാളെ ജാതകം വായിക്കാനൊന്നും ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയും. സുരേഷ് ബാബുവിന്റെ ജാതകം വായിക്കാനൊന്നും ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ ജാതകം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തലകറങ്ങി താഴെ പോകും. അത് കേൾക്കാനുള്ള കരുത്ത് നിൽക്കുന്നത് അയാൾ വീണോണമെന്നില്ല പറഞ്ഞാൽ കേട്ടാലോ. കാരണം എന്താ വെച്ചാൽ കാട്ടുപോത്തിന്റെ കൊമ്പ് കൂട്ടണം, കാണ്ടാമൃഗത്തിന്റെ തൊലി കൂട്ടണം, മരപ്പരം കപ്പരം മുളക്, ഇതിന്റെ ആടും പാരാന്നിട്ട് മൂപ്പരാണ്. മനസ്സിലായില്ല? കാട്ടുപോത്തിന്റെ കൊമ്പ് കാണ്ടാമൃഗത്തിന്റെ തൊലിയും മരപ്പരം കപ്പരം മുളകും കൂട്ടി എന്താ അവസ്ഥ എന്താണ്? അപ്പൊ അയാൾക്ക് ഇത് കേട്ടാലും അയാൾക്ക് ബോധക്കടൊന്നും വരാൻ പോകുന്നില്ല ഇവിടെ. പക്ഷെ ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനത് സമ്മതിക്കട്ടെ എന്നോട്, ഇതിലൊരു പ്രധാന ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമായി പറയണം, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ എപ്പോഴും തെറ്റ് പറ്റിയാൽ തെറ്റ് തുറന്ന് പറയാൻ തയ്യാറാവുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് സംഭവം. ഒരു നിയോഗമനുസരിച്ച് ഞാൻ ചിറ്റൂരിലേക്ക് പോവുകയാണ്. പോയി വിശ്വേട്ടനെ കാണാൻ. എനിക്ക് ആകെ അടുത്ത ബന്ധം വിശ്വേട്ടനാണ്. ഞാൻ പറഞ്ഞു, വിശ്വേട്ട നമുക്കൊരു നല്ല കാർഡ് നമുക്കിവിടെ വേണമല്ലോ. വിശ്വേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അന്ന് ഈ സതീശനൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ രൂപത്തിലൊന്നും സതീശന്റെ ഒന്നും പേര് പരിഗണിക്കാൻ പറ്റില്ല. മൂപ്പര് 4-5 പേര് പറഞ്ഞിട്ട് പറഞ്ഞത് പറ്റില്ല. ശരി, കള്ളും ഏർപ്പാട് കാശുവാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും നന്നാക്കാൻ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. അത് കൊണ്ടുവന്നു സത്യം ആത്മാർത്ഥമായിട്ട് പറയാ. തെറ്റ് പറ്റിയ ആ തെറ്റ് തുറന്നു പറയണ്ടേ? അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇത്രയും വലിയ ഒരു ദുരന്തമായി ഇത് പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ ബാധിക്കും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മുക്കിൽ കിടന്നിരുന്നവനെ മുക്കിൽ കിടക്കില്ല, അവിടുന്ന് കൊണ്ടുപോകുന്നു. എത്രയെത്ര കേസുകളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ആളുകളെ തമ്മിൽ അടിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ കുട്ടനാട് തമ്മിൽ അടിക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന ചുമര നക്കി തുടക്കാൻ വേണ്ടി കുറുക്കം കാത്തു, അതുപോലെ സഖാക്കളെ തമ്മിൽ അടിപ്പിക്കുകയാണ്.